അങ്ങനെ 2025 നമ്മൾ കടന്നിരിക്കുന്നു. 2024 മുൻപ് പോയ വർഷങ്ങളിലൊക്കെ ഒരുപാട് പ്ലാൻ ഉണ്ടായിരുന്നു. പലതും വർക്കൗട്ട് ആയിട്ടുണ്ട്, പലതും വർക്കൗട്ട് ആകാതെ പോയിട്ടുണ്ട്. ഈ വീഡിയോ ഞാൻ പ്രവാസികൾക്ക് വേണ്ടി മാത്രം ചെയ്യുന്നൊരു വീഡിയോ. ഫിനാൻഷ്യലുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയായിരിക്കണം ഇനിയുള്ള കാലം നിങ്ങൾ അത് ഒരുക്കേണ്ടത് എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ജോലി കിട്ടണം, നല്ല കാശ് സമ്പാദിക്കണം എന്നൊക്കെ നമ്മൾ എല്ലായിടത്തും പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കിട്ടുന്ന ക്യാഷിനെ എങ്ങനെ കൃത്യമായിട്ട് ഉപയോഗിക്കണമെന്ന് നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ ഇത് പഠിക്കാത്തതിൻ്റെ പല പ്രശ്നങ്ങളിലും നമുക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും അല്ലേ. നല്ല ജോലിയുണ്ട്, നല്ല വരുമാനമുണ്ട്, പക്ഷേ കൃത്യമായിട്ട് ഈ ഫിനാൻസ് കൺട്രോൾ അല്ലെങ്കിൽ പേഴ്സണൽ ഫിനാൻസ് കൃത്യമായിട്ട് യൂസ് ചെയ്യാത്ത കാരണം പലപ്പോഴും നമ്മുടെയൊക്കെ വീടുകളിൽ പ്രശ്നം ഉണ്ടാവാറുണ്ട്, കടബാധ്യത ഉണ്ടാവാറുണ്ട്, ഒക്കെ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കലണ്ടർ മാറിയത് കൊണ്ടൊന്നും നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. അത് നമ്മൾ തന്നെ തീരുമാനിക്കണം. അത് 2025 ആയാലും 26 ആയാലും ഈ കലണ്ടറുകൾ ഇങ്ങനെ മാറി മാറി പോകുന്നല്ലാതെ നമ്മൾ മനസ്സുകൊണ്ട് വിചാരിക്കാതെ ഇതൊന്നും മാറാൻ പോകുന്നില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സുകൊണ്ട് വിചാരിച്ചേ പറ്റൂ. ഈ വർഷം മുതലെങ്കിലും എൻ്റെ ജീവിതത്തിൽ കുറച്ച് മാറ്റങ്ങൾ ഞാൻ കൊണ്ടുവരും. എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണുക. ഒരുപാട് വീഡിയോസ് എൻ്റെ പേജിലുണ്ട്. ഇതിൽ 99% പ്രവാസികൾക്ക് വേണ്ടി തന്നെയാണ്. ഒരുപാട് കണ്ടന്റുകൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പഠിച്ചതിന് ശേഷമാണ് തയ്യാറാക്കുന്നത്. പലരും വീഡിയോസ് കാണുന്നുണ്ട്, ലക്ഷക്കണക്കിന് ആൾക്കാർ ടിക്ടോക്കിലൊക്കെ വീഡിയോസ് കാണുന്നു. പക്ഷേ നമുക്ക് ഫോളോ ചെയ്യുന്നവരുടെ എണ്ണം കുറവാണ്. ദയവ് ചെയ്ത് ചാനൽ ഒന്ന് ഫോളോയും കൂടെ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയാമോ? ബഡ്ജറ്റിംഗ് ആണ്. നമ്മളൊരു വീട് ഉണ്ടാക്കുമ്പോൾ അതിനൊരു ഫൗണ്ടേഷൻ ഉണ്ടാവില്ലേ, അതേപോലെ തന്നെയാണ് ഈ ബഡ്ജറ്റിംഗ്. അത് നിങ്ങളുടെ വീടായിക്കോട്ടെ, നിങ്ങളുടെ ഓഫീസ് ആയിക്കോട്ടെ, നിങ്ങൾ ബിസിനസ് നടത്തുകയാണെങ്കിൽ നിങ്ങളുടെ ഷോപ്പിലെ അക്കൗണ്ട്സ് ആയിക്കോട്ടെ, ഇതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട കാര്യം ബഡ്ജറ്റിംഗ് ആണ്. ഈ ബഡ്ജറ്റിംഗ് ഇല്ലാതെ നമ്മൾ മുമ്പോട്ട് പോകാൻ പാടില്ല ഇനിയെങ്കിലും. അതായത് ഒരു ഭൂരിഭാഗം ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇൻകം വരുന്നു അല്ലെങ്കിൽ വരുമാനം വരുന്നു, അത് കുറച്ച് നാട്ടിലയക്കുന്നു, കുറച്ച് ഇവിടെ ചിലവാക്കുന്നു, ഒരു മാസം അവസാനം ആകുമ്പോൾ അതങ്ങ് തീർന്നു പോകുന്നു. ഈ ഒരു പരിപാടിയാണ് നമ്മളെല്ലാം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നല്ലേ. ഇതിനൊരു അവസാനം വേണം. അതായത് ഒരു ബഡ്ജറ്റിംഗ് ഉണ്ടാവണം. എൻ്റെ ഒരു മാസത്തെ ചിലവ് എത്രയാണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം, അറിഞ്ഞേ പറ്റൂ. എന്നാൽ മാത്രമേ നമുക്ക് അതിൽ നിന്നൊരു സേവിങ് എമൗണ്ട് കണ്ടെത്താൻ കഴിയൂ. അല്ലെങ്കിൽ എമൗണ്ട് വന്നുകൊണ്ടിരിക്കും, ചിലവായിക്കൊണ്ടിരിക്കും, ഇത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. പല ആഗ്രഹങ്ങൾ കാണും. ഈ വർഷം മുതലെങ്കിലും എനിക്കൊന്ന് സേവ് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം കാണും. നടക്കൂല. കാരണം ഏറ്റവും ബേസിക് ആയിട്ടുള്ള ബഡ്ജറ്റിംഗ് നിങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഒരു മാസത്തെ വരുമാനം എത്രയാണ്, നാട്ടിലും ഗൾഫിലായിക്കോട്ടെ യൂറോപ്പിലായിക്കോട്ടെ എവിടെയായിക്കോട്ടെ, അത് കൃത്യമായിട്ട് ഒരു 1-2 മാസം എഴുതി വെച്ചോന്നേ. ഇപ്പം മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്, നോട്ട്സ് ഉണ്ട്, ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഒരു ഡയറിയും ഒരു ബുക്കും ഒരു പേനയൊക്കെ എടുത്ത് എഴുതി തുടങ്ങുക. ഓരോ ദിവസത്തെയും വരുമാനവും ഓരോ ദിവസത്തെ നിങ്ങളുടെ ചിലവുകളും ഒക്കെ ഒന്ന് എഴുതി വെച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു മാസത്തെ ബഡ്ജറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അത് നിർബന്ധമാണ്. പോയിന്റ് നമ്പർ 2, സ്പെൻഡ് ഓൾ എമൗണ്ട് എന്നുള്ളതാണ്. നമ്മളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന കിട്ടുന്ന വരുമാനം കംപ്ലീറ്റ് ആയിട്ട് വാഷ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് നിർബന്ധമായിട്ടും ഒഴിവാക്കണം കേട്ടോ. കാരണം ഒരു കാരണവശാലും ഒരു കുറവെച്ചെങ്കിലും മിച്ചം പിടിച്ച് വെക്കാതെയുള്ള ജീവിതം ഒരു ഭാവിയിലേക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം നമുക്കറിയില്ല ഭാവിയിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്. പലരും പറയാറുണ്ട് ഇപ്പോഴത്തെ ജീവിതമല്ലേ, ഇത് കഴിഞ്ഞിട്ടല്ലേ പിന്നീടുള്ള ജീവിതം. വളരെ സത്യസന്ധമായ കാര്യമാണ്. പക്ഷേ ഇപ്പോഴത്തെ ജീവിതം പോലെ തന്നെ ഭാവിയും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് കിട്ടുന്ന വരുമാനം എത്രയേ ആയിക്കോട്ടെ, എത്ര ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, ആ വരുമാനത്തിൻ്റെ ഒരു നിശ്ചിത പങ്ക് അത് മാറ്റി വെച്ചേ പറ്റൂ. അത് എങ്ങനെ മാറ്റി വെക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബഡ്ജറ്റ് തയ്യാറാക്കിയാൽ നമുക്കത് മാറ്റി വെക്കാൻ കുറച്ചൊക്കെ എളുപ്പമായിരിക്കും. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷേ നിങ്ങളത് ശ്രമിച്ച് നോക്കണം. എഴുതി വെച്ച് ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കിയതിന് ശേഷം കിട്ടുന്ന വരുമാനത്തിൻ്റെ കുറച്ചെങ്കിലും മാറ്റി വെക്കാൻ ശീലിച്ച് ആരംഭിക്കും. പോയിന്റ് നമ്പർ 3, നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഇൻകം മൈനസ് നമ്മുടെ എക്സ്പെൻസ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സേവ് ചെയ്യാം എന്നുള്ളതാണ്. അതായത് ഇൻകം മൈനസ് എക്സ്പെൻസ് ഈക്വൽ ടു സേവിങ്സ് എന്നുള്ളതാണ്. അത് നിങ്ങൾ നിർബന്ധമായിട്ട് മാറ്റിയിട്ട് നിങ്ങളുടെ വരുമാനം ഇൻകം മൈനസ് സേവിങ് ഈക്വൽ ടു എക്സ്പെൻസ് എന്നുള്ള ഇക്വേഷനിലേക്ക് കൊണ്ടുവരണം. ആദ്യം പറഞ്ഞ 2 സ്റ്റെപ്പും കൃത്യമായിട്ട് പാലിക്കുകയാണെങ്കിൽ ഈ 3ാമത്തെ സ്റ്റെപ്പിൽ എത്തുമ്പോൾ വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ നടക്കും. ഓക്കെ, അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇൻകം മൈനസ് സേവിങ് ഈക്വൽ ടു ആയിരിക്കണം എക്സ്പെൻസ്. ഈ സേവിങ് എമൗണ്ട് കണ്ടെത്താൻ വേണ്ടിയാണ് ആദ്യത്തെ 2 പോയിന്റുകളും നമ്മൾ തയ്യാറാക്കിയത്. ഈ സേവിങ് എമൗണ്ട് നിങ്ങൾ മാറ്റിവെച്ചതിന് ശേഷം മാത്രമേ നിങ്ങളുടെ എക്സ്പെൻസിലേക്ക് കടക്കാൻ പാടുള്ളൂ. ഓക്കെ, അതിനുശേഷം വീണ്ടും ചെയ്യേണ്ട കാര്യം ഇൻകം മൈനസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈക്വൽ ടു എക്സ്പെൻസ് എന്നുള്ളതാക്കണം. ആദ്യത്തെ ഒരു 2-3 മാസമൊക്കെ സേവ് ചെയ്ത് വെക്കുക. എത്രയാണ് നിങ്ങളുടെ സേവിങ് എമൗണ്ട് എന്ന് മനസ്സിലാക്കുക. ശേഷം ആ കിട്ടുന്ന സേവിങ് എമൗണ്ട് എത്രയും ആയിക്കോട്ടെ അതിനെ കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ മണി ഗ്രോ ആവൂ, അല്ലെങ്കിൽ അത് ഡെഡ് മണി ആയി പോകും എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ബാങ്കിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ, ബാങ്കിലെ സേവിങ് അക്കൗണ്ടിൽ കിടക്കുകയാണെങ്കിൽ 2.5 മാത്രമാണ് നമ്മുടെ മണി വളരാനുള്ള ഒരു സാഹചര്യമുള്ളത്. ഇനിയിപ്പോൾ ഫിക്സിൽ ഇട്ടാൽ പോലും ഒരു 7 അല്ലെങ്കിൽ 7.5% പോകും.
നമ്മുടെ ഇൻഫ്ലേഷൻ എന്ന കാര്യത്തിനെ ബീറ്റ് ചെയ്തേ പറ്റൂ. അത് ബീറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ എവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പോയിന്റ് നമ്പർ 4ലേക്ക് പോകാം. പോയിന്റ് നമ്പർ 4, വേർ വി ഹാവ് ടു ഇൻവെസ്റ്റ്. എവിടെയെല്ലാം ഇൻവെസ്റ്റ് ചെയ്യാം? നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരുപാട് സാധ്യതകളുണ്ട്. അതായത് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്ത് നമ്മുടെ മണിക്ക് ഗ്രോ ആവാനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഇന്ന് ലോകത്തെല്ലായിടത്തും ഉണ്ട്. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം ഗോൾഡ് ആണ്. നിങ്ങൾക്ക് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യേണ്ടത്? പ്യുവർ ഗോൾഡ് ജ്വല്ലറി പോയി വാങ്ങിക്കുക എന്നുള്ളതല്ല, മറിച്ച് നിങ്ങൾക്ക് ഡിജിറ്റൽ ഗോൾഡ് പർച്ചേസ് ചെയ്യാം. അല്ലെങ്കിൽ ഏറ്റവും നല്ല മാർഗം സോവറിൻ ഗോൾഡ് ബോണ്ടുകളാണ്. അത് പർച്ചേസ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ബോണ്ട്സ് ആയിട്ടും ലിക്വിഡ് ഫണ്ട്സിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ കാര്യം ബാലൻസ്ഡ് ഫണ്ട്, അതായത് ഇക്വിറ്റിയുടെയും ബോണ്ടിൻ്റെയും കൂടെ ഒരു മിക്സ് പോർട്ട്ഫോളിയോ ആണ് ബാലൻസ്ഡ് ഫണ്ട് എന്ന് പറഞ്ഞാൽ. ആ ഫണ്ടുകൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ ലോങ് ടൈമിലാണ് നിങ്ങൾ നിക്ഷേപിക്കുന്നതെങ്കിൽ ഒരു 3+ ഇയറിലെങ്കിലും നമുക്ക് നിക്ഷേപിക്കാനുള്ള ഒരു ടൈം പീരീഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% തുക ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ ഈ സാഹചര്യങ്ങളൊക്കെ മുതലെടുത്താൽ നിങ്ങൾക്കൊരു 15% മുകളിലൊക്കെയാണ് ഇക്വിറ്റിയിൽ നിന്നും കിട്ടുന്ന കഴിഞ്ഞ 10-15 വർഷത്തെ ഹിസ്റ്ററി പരിശോധിച്ചാൽ കിട്ടുന്ന റിട്ടേൺ. അതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ആദ്യത്തെ 1, 2, 3 പോയിന്റുകൾ കൃത്യമായി നടപ്പാക്കി 4ാമത്തെ പോയിന്റിൽ എത്തിയതിനു ശേഷം അത് ഇൻവെസ്റ്റ് ചെയ്യുക. ഒരു 10,000 രൂപയെങ്കിലും ഒരു മാസം മാറ്റിവെച്ചാൽ തീർച്ചയായിട്ടും ഒരു പ്രവാസി ഗൾഫിൽ എത്തുമ്പോൾ സമയത്ത് മുതൽ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ആരംഭിച്ച ഒരു 10-15 വർഷമൊക്കെ ഇവിടെ ഗൾഫിൽ ജീവിച്ച് അതിനുശേഷം നാട്ടിലേക്ക് നന്നായിട്ട് ഒരു വെൽത്തുമായിട്ട് പോകാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാവരും ഈ 4 പോയിന്റും കൃത്യമായിട്ട് പാലിക്കാൻ ശ്രമിക്കുക. അടുത്ത പോയിന്റ് നമ്പർ 5 എന്താണ്? ലയബിലിറ്റീസിൻ്റെ പുറകിൽ പോകുന്ന മലയാളികൾ എന്നുള്ളത് തന്നെയാണ്. കാരണം എന്താ, നമ്മളൊന്ന് ഗൾഫിലെത്തി നമ്മൾ ആദ്യം ചെയ്യുക എന്താ, നല്ലൊരു വീടുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ആ വീട് പൊളിച്ചിട്ട് പുതിയൊരു വീട് പണിയുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ വീടിൻ്റെ സാഹചര്യം ഇല്ലാത്തവർ, വീടില്ലാത്തവർ വീട് പണിയുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിലവിൽ വീടുണ്ട്, എല്ലാ സാഹചര്യവും ഉണ്ടെങ്കിലും വെറുതെ ആളുകളെ കാണിക്കാൻ വേണ്ടി ഒരു ഷോ ഓഫ് നടത്തുക, വീട് ലോൺ എടുത്ത് വീട് വെക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുക. അതേപോലെ തന്നെ കാറ് വളരെ അത്യാവശ്യമാണ്. ഇന്നത്തെ കാലത്ത് കാറില്ലാത്ത ഒരു സാഹചര്യം ബുദ്ധിമുട്ടായിരിക്കാം. പക്ഷേ കാറ് വാങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാവണം. ഇല്ലാതെ 90% ലോൺ എടുത്തിട്ട് 10% മാത്രം നമ്മുടെ കയ്യിൽ നിന്ന് കൊടുത്തിട്ട് ബാക്കി ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് കടമെടുത്തിട്ട് കാറ് വാങ്ങുക. അതുപോലെ തന്നെ കംപ്ലീറ്റ്ലി ലോൺ എടുത്ത് വീട് വെക്കുക. അതുപോലെ തന്നെ ലക്ഷറി ആയിട്ടുള്ള പല കാര്യങ്ങൾ. നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ ഇതൊന്നും വാങ്ങുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷേ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഈ ലയബിലിറ്റീസിൻ്റെ പുറകിന് പോയിട്ട് കടബാധ്യത വരുത്തി വെക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്യൂച്ചറിനെ വല്ലാതെ ബാധിക്കും. ഒരു പക്ഷേ ഇപ്പോൾ നമുക്ക് സമൂഹത്തിൽ നമ്മുടെ കാശ് ഉണ്ടെന്ന് തെളിയിക്കാൻ പറ്റിയേക്കാം. ഇങ്ങനെ കടമെടുത്തും ലോൺ എടുത്തും ഒക്കെ ജീവിക്കാൻ പറ്റിയിട്ട് നമുക്ക് സമൂഹത്തിൽ നമ്മളൊരു കാശുകാരനാണ്, അല്ലെങ്കിൽ നമ്മൾ ഗൾഫിൽ പോയി നമ്മൾ നില മെച്ചപ്പെടുത്തിയെന്ന് കാണിക്കാൻ പറ്റിയേക്കാം. പക്ഷേ ഫ്യൂച്ചറിൽ, അതായത് ഒരു 10-15 വർഷം കഴിയുമ്പോൾ ഇതെല്ലാം വളരെ പൊള്ളത്തരമായിരുന്നു സമൂഹത്തിന് പോലും മനസ്സിലാകും. അതുകൊണ്ട് ഈ ലയബിലിറ്റീസിലേക്ക് പോകാതെ അസറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, അസറ്റിലേക്ക് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫോക്കസ് ചെയ്യുക. പോയിന്റ് നമ്പർ 6 എന്താണെന്ന് അറിയാമോ? പല ആളുകളും മ്യൂച്വൽ ഫണ്ടാണ്, ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, ഇക്വിറ്റിയിലാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എവിടെ അറിയാം? യൂലിപ്പ് പ്ലാൻസിലാണ്. പല ആളുകളോടും നമ്മളെ കോൺടാക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ടിലൊക്കെ ജോയിൻ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ആദ്യം നിങ്ങൾക്ക് CKYC വേണം, അതിനുശേഷം നിങ്ങൾക്ക് പാൻ, ആധാർ ഇതൊക്കെയാണ് വേണ്ടതെന്നൊക്കെ പറയുമ്പോൾ പലരും CKYC വേണമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇതൊക്കെയാണ് സ്റ്റെപ്പ്, ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടതെന്നൊക്കെ പറയുമ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് പോയിട്ട് കുറച്ച് ദിവസം ശേഷം എനിക്ക് ഇതിനൊന്നും ആവശ്യം വന്നില്ല, ഞാൻ മ്യൂച്വൽ ഫണ്ട് ജോയിൻ ചെയ്യുമെന്ന് പറയും. അപ്പോൾ എവിടെയാണ് ഏത് മ്യൂച്വൽ ഫണ്ടിലാണെന്ന് ചോദിക്കുമ്പോഴാണ് അത് മ്യൂച്വൽ ഫണ്ട് ആകില്ല, യൂലിപ്പ് പ്ലാൻസ് ആയിരിക്കും. അതായത് മാർക്കറ്റ് ലിങ്ക് ഇൻഷുറൻസ് പോളിസീസിലാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫേക്കായിട്ട് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ചോദിക്കുമ്പോൾ നിങ്ങളോട് പറയുന്ന ഏജൻസ് ആരുമായിക്കോട്ടെ അവർ നിങ്ങളോട് പറയുന്നത് ഇത് മ്യൂച്വൽ ഫണ്ട് തന്നെയാണ്, പക്ഷേ ഇതിൽ ഇൻഷുറൻസും ഉണ്ട്, ടാക്സും ഇല്ല, അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ലാഭമാണെന്നൊക്കെ പറഞ്ഞിട്ട് തെറ്റിദ്ധാരണയോടെയാണ് പലപ്പോഴും പല ആളുകളും പോയിട്ട് ഇങ്ങനെയുള്ള യൂലിപ്പ് പ്ലാൻസിൽ ചേരുന്നത്. അപ്പോൾ യൂലിപ്പ് പ്ലാൻസ് വർക്കൗട്ട് ആവുന്ന വെച്ചാൽ ഈ കിട്ടുന്ന എമൗണ്ട് ഈ പറയുന്ന കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതിൻ്റെ 1% നിങ്ങൾക്ക് കിട്ടുന്നു, അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇൻഷുറൻസ് കൂടി ആഡ് ചെയ്യും. പക്ഷേ നിങ്ങൾ ഒരിക്കലും മ്യൂച്വൽ ഫണ്ടിലല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ യൂലിപ്പ് പ്ലാൻസ് വാങ്ങുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അത് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ എവിടെയെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ട് എന്നൊരു വൈഡ് ഉണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. കാണൂല, കാരണം അതിൽ എഴുതിയിരിക്കുന്ന ഇൻഷുറൻസ് എന്നാണ്. അതൊരു ഇൻഷുറൻസ് മാത്രമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. പലരും ഇപ്പോഴും ഇങ്ങനെയുള്ള പ്ലാൻസ് ചേരുന്നുണ്ട്. ചേരുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ നിക്ഷേപിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പ്രയോജനം പോലെ ആവില്ല. ഏതെങ്കിലുമൊക്കെ ആളുകൾ നിക്ഷേപിച്ചിട്ട് അല്ലെങ്കിൽ ഒരു കമ്പനി ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു വീതം നിങ്ങൾക്ക് ഇൻഷുറൻസോട് കൂടി തരുമ്പോൾ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള നഷ്ടം ഉണ്ടാവും. ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് കിട്ടേണ്ട ഓൾമോസ്റ്റ് ഡബിളോളമായിരിക്കും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് യൂലിപ്പ് പ്ലാൻസ് അല്ല വേണ്ടത്. നിങ്ങൾക്ക് നിക്ഷേപം, ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് തന്നെ കാണുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇൻഷുറൻസ് വേണമെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഒരു പ്രത്യേക ഇൻഷുറൻസ് എടുക്കുക. അത് മറ്റൊരു ഇൻഷുറൻസിൻ്റെ ആവശ്യം നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് വേണ്ടത് ടേം ഇൻഷുറൻസ് ആണ്. അത് മാത്രം നിങ്ങൾ എടുത്താൽ മതി. ഒരു ടേം ഇൻഷുറൻസും ഒരു ഇൻവെസ്റ്റ്മെൻറ്റും മാത്രം നിങ്ങൾക്ക് ഉണ്ടായാൽ മതി. ഹെൽത്ത് ഇൻഷുറൻസും വേണം. അതിനെപ്പറ്റി നമുക്ക് പിന്നീട് വിശദമായിട്ട് പരിശോധിക്കാം.
ഏഴാമത്തെ പോയിന്റാണ് ക്രെഡിറ്റ് കാർഡ് കേട്ടോ. പല പ്രവാസികളും വലിയ ബുദ്ധിമുട്ടിലാകുന്ന ക്രെഡിറ്റ് കാർഡ് കാരണമാണ്. അപ്പോൾ ക്രെഡിറ്റ് കാർഡിൻ്റെ ഉപയോഗം നന്നായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വളരെ എഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ വളരെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് ക്രെഡിറ്റ് കാർഡ്. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് വെച്ചാൽ ക്രെഡിറ്റ് കാർഡുള്ള പല ആളുകളും റോളിംഗ് ചെയ്തു തുടങ്ങും. അതായത് ഒരു ക്രെഡിറ്റ് കാർഡ് വാങ്ങുന്നു, രണ്ടാമത്തെ ക്രെഡിറ്റ് കാർഡ് മറ്റൊരു ബാങ്കിൽ നിന്ന് എടുക്കുന്നു, മൂന്നാമത്തെ ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നു, എന്നിട്ട് ഇത് ഇങ്ങനെ റോൾ ചെയ്ത് ജീവിക്കുന്ന പല ആളുകളെയും എനിക്ക് പേഴ്സണലി അറിയാം. പലപ്പോഴും പല ആളുകളും ഈവൻ സൂയിസൈഡ് അറ്റൻഡ് പോലും നടത്തുന്നതിന് പ്രധാനപ്പെട്ട റീസൺ പോലും ക്രെഡിറ്റ് കാർഡ് ആണ് എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ കാണാറുള്ളത്. അതുകൊണ്ട് ക്രെഡിറ്റ് കാർഡ് വാങ്ങിക്കുക, അത് അടുക്കും ചിട്ടയുമുള്ള വളരെ ഡിസിപ്ലിനുള്ള ഒരു ജീവിതശൈലി ഉള്ളവർക്ക് പറയുന്ന കാര്യമാണ്. അല്ലാതെ വാങ്ങിച്ചാൽ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്താൽ പോയാൽ പലപ്പോഴും വലിയ കടക്കണിൽ പോയി ചാടും. അതുകൊണ്ട് പ്രവാസികളായിട്ടുള്ള ആളുകൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാൻ അറിയാവുന്നവർ ഉപയോഗിച്ച് കുഴപ്പമില്ല, അതുവഴി സ്കോർ ബിൽഡ് ചെയ്യാനും ഒക്കെ നമുക്ക് ഭാവിയിൽ നല്ലതാണ്. പക്ഷേ ക്രെഡിറ്റ് കാർഡിൻ്റെ ഉപയോഗം പലപ്പോഴും കാണപ്പെടുന്നത് നെഗറ്റീവായിട്ടാണ്. അതുകൊണ്ട് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാൻ അറിയാവുന്നവർ മാത്രം അല്ലെങ്കിൽ ഡിസിപ്ലിൻ ഉള്ളവർ മാത്രം ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. എട്ടാമത്തെ പോയിന്റ് എന്താണെന്ന് അറിയോ, നമ്മൾ പലപ്പോഴും കാണുന്നതാണ് ചിട്ടികൾ. പ്രവാസികളിലാണെങ്കിൽ ഒരു റൂമിൽ ചിട്ടി കാണും, അല്ലെങ്കിൽ ഇപ്പോൾ കമ്പനിയിലാണെങ്കിൽ അവിടെ ചിട്ടി കാണും, അല്ലെങ്കിൽ അവരുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാവും ചിട്ടി. അപ്പോൾ ഇങ്ങനെയുള്ള ചിട്ടിയിലൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ആരെങ്കിലും പറഞ്ഞ അടിസ്ഥാനത്തിൽ ഞാനൊരു ചിട്ടി ചേരുകയാണ്, നീ കൂടെ ചേരുവോ എന്ന് പറഞ്ഞ് അങ്ങനെ ആവരുത് ചിട്ടികൾ ചേരുന്നത്. കാരണം ചിട്ടിക്ക് ചേരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്, ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അടുത്ത വെക്കേഷൻ പോകുമ്പോൾ ആ ക്യാഷ് എടുത്തിട്ട് എനിക്ക് നാട്ടിലേക്ക് പോകാമല്ലോ എന്നുള്ളതായിരിക്കും. പക്ഷേ നമുക്കൊരു യൂസും ഇല്ല അതുകൊണ്ട്. അതായത് നിങ്ങൾ നിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ അവിടെ കൊടുക്കുന്ന ക്യാഷ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നു എന്നുള്ളതല്ലാതെ ഒരു രൂപ പോലും വളരുന്നില്ലല്ലോ, 1% പോലും ഒരു ഗ്രോത്ത് ഈ തുകയ്ക്ക് ഉണ്ടാവുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ചിട്ടി പോലുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. പോയിന്റ് നമ്പർ 9 ഞാൻ മുമ്പ് സൂചിപ്പിച്ചത് തന്നെയാണ് ടേം ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്. ഈ രണ്ട് കാര്യങ്ങൾ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവണം, അതിന്റെ കൂട്ടത്തിൽ ടേം ഇൻഷുറൻസ് ഉണ്ടാവണം. എന്തിനാണ് ടേം ഇൻഷുറൻസ് എടുക്കുന്നത്, എന്താണ് ടേം ഇൻഷുറൻസ് എന്നൊക്കെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. കുടുംബത്തിലേക്ക് ഇൻകം ജനറേറ്റ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തി കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ, അദ്ദേഹത്തിന് മരണം സംഭവിച്ചാൽ ആ കുടുംബം അനാഥമായി പോകുമില്ല. ഇനി ഒരു വലിയ പീരീഡ് ആ കുടുംബത്തിന് ജീവിക്കാനുണ്ട്. കുട്ടിയുടെ എഡ്യൂക്കേഷൻ, കുട്ടിയുടെ കല്യാണം, മാതാപിതാക്കൾ, വൈഫ്, ഇവരൊക്കെ എക്സ്പെൻസ് എങ്ങനെ മീറ്റ് ചെയ്യും എന്ന് നമ്മൾ പലപ്പോഴും ആലോചിക്കാറില്ല. അപ്പോൾ എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം പിന്നെ നമ്മൾ വാട്സപ്പിൽ പിരിവെടുത്തുകൊണ്ടോ അല്ലെങ്കിൽ നാട്ടിൽ സമൂഹത്തിൽ ഇറങ്ങി പിരിവെടുത്തിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ അത് മീറ്റ് ചെയ്യണം. നമ്മുടെ അഭാവത്തിൽ ആ കുടുംബത്തിന് ഒരു വലിയ തുക കിട്ടണം. അങ്ങനെ കിട്ടണമെങ്കിൽ ടൈം ഇൻഷുറൻസ് ആണ് ഏറ്റവും ബെസ്റ്റ്. കാരണം 1 കോടി 2 കോടി വരെയൊക്കെ ഇൻഷുറൻസ് കവറേജ് വളരെ ചെറിയ പ്രീമിയം എമൗണ്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ടേം ഇൻഷുറൻസ് എന്തായാലും ഉണ്ടായിരിക്കണം. അത് കിട്ടാൻ തന്നെ വലിയ പാടാണ്. നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, നമ്മുടെ ഇൻകം, അങ്ങനെയുള്ള പല കാര്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ടേം ഇൻഷുറൻസ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. ഹെൽത്ത് ഇൻഷുറൻസ് വളരെ 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 മസ്റ്റാണ്. കാരണം ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാതിരുന്നിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രം സ്റ്റാർട്ട് ചെയ്താൽ ഏതെങ്കിലും കാരണവശാൽ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആർക്കെങ്കിലും ഒരു ഹോസ്പിറ്റലൈസേഷൻ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാവില്ല. നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പോയിട്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് തുകയിൽ പോയി ടച്ച് ചെയ്യും. അപ്പോൾ നമ്മുടെ ഗ്രോത്ത് കംപ്ലീറ്റ്ലി താഴെ പോകും, നമ്മുടെ കയ്യിലുണ്ടായിരുന്ന എമൗണ്ട് മൊത്തം തീർന്നു പോകും. അതുകൊണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് വളരെ മസ്റ്റാണ്. ദയവ് ചെയ്ത് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക. എല്ലാവരും, അത് ഫാമിലി നാട്ടിലാണെങ്കിലും ഫാമിലി ഗൾഫിലാണെങ്കിൽ പോലും നിങ്ങൾ എടുത്തു വെച്ചിരിക്കണം. നമുക്കൊരു അസുഖമൊക്കെ വന്നതിന് ശേഷം ഹെൽത്ത് ഇൻഷുറൻസ് എടുത്താലും അത് കിട്ടാൻ വലിയ പാടാണ്. ഇനി കിട്ടിയാൽ പോലും അത് വെയിറ്റിംഗ് പീരീഡ് ഒക്കെ കാണും. അതുകൊണ്ട് അസുഖമില്ലാതെ യങ്ങായിട്ടിരിക്കുന്ന സമയത്ത് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കാനും ശ്രദ്ധിക്കുക. 10ാമത്തെ കാര്യം എന്താ അറിയോ, പലപ്പോഴും ഞങ്ങളെയൊക്കെ വിളിക്കുന്നവർ പറയുന്ന കാര്യമാണ്, എനിക്ക് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ഒന്നും പറ്റില്ല, എനിക്ക് 1-2 കൊല്ലം കൊണ്ടൊക്കെ വലിയ കാശുണ്ടാക്കണം, അങ്ങനെയുള്ള എന്തെങ്കിലും പ്ലാൻ നിങ്ങളിൽ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ വിളിക്കുന്നവരോടൊക്കെ പറയുന്ന പോലെ തന്നെ ഷോർട്ട് ടൈമിൽ പണക്കാരനാക്കാനുള്ള ഒരു മായാവിദ്യകൾ നമ്മുടെ കയ്യിൽ ആരുടെ കയ്യിലും ഇല്ല. ആരും, യൂസഫ് അലി ആയിക്കോട്ടെ, നമ്മുടെ മുമ്പിലുള്ള ഏതൊരു ബിസിനസ്സുകാരനും ആയിക്കോട്ടെ, വളരെ കഷ്ടപ്പെട്ട് ബിൽഡ് ചെയ്തെടുത്താണ് അവരുടെയൊക്കെ സാമ്രാജ്യം. അങ്ങനെ തന്നെ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അത് ഇൻവെസ്റ്റ്മെന്റ് ആയാലും ഏത് കാര്യമായാലും. അപ്പോൾ ഷോർട്ട് ടൈമിൽ ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ള കാര്യം മാറ്റി തന്നെ വെക്കുക. കാരണം ഇപ്പോൾ ക്രിപ്റ്റോ ആയിക്കോട്ടെ, ട്രേഡിംഗ് ആയിക്കോട്ടെ, മണി ചെയിൻ ബിസിനസ് ആയിക്കോട്ടെ, ലോട്ടറി ആയിക്കോട്ടെ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഭാഗ്യത്തിൻ്റെ കളിയാണ്. ഇതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. കിട്ടിയാൽ കിട്ടി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കൊരു അടുക്കും ചിട്ടയോടുകൂടി ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിൽ മാത്രമേ നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പ്രത്യേകിച്ച് യുവാക്കളായിട്ടുള്ള ആൾക്കാരൊക്കെ അവരൊന്നും ഒരു ക്ഷമയില്ല. അതായത് ഒരു 10 വർഷമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്തിട്ട് എനിക്ക് 45 വയസ്സായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ, എനിക്ക് ക്യാഷ് ഇപ്പം കിട്ടണം എന്നുള്ളതാണ് പലരുടെയും ആഗ്രഹം. ഇപ്പം കിട്ടണമെങ്കിൽ നമ്മുടെ കയ്യിൽ വലിയ ക്യാപിറ്റൽ എമൗണ്ട് കൂടി ഉണ്ടായിരിക്കണം. എൻ്റെ 1 കോടി എനിക്ക് 2 കോടി ആക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് 1 കോടി രൂപ ഉണ്ടാവണം, എന്നാലും 2 കോടി ആവത്തുള്ളൂ 5 കൊല്ലം കൊണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ക്യാപിറ്റൽ എമൗണ്ട് ഉണ്ടെങ്കിൽ നമുക്കൊരു 5 കൊല്ലം 6 കൊല്ലം കൊണ്ടൊക്കെ ചിലപ്പോൾ അത് ഡബിൾ ആക്കാൻ പറ്റിയേക്കാം. മാർക്കറ്റ് ഡിപ്പെൻസ് ഓൺ മാർക്കറ്റ്, എന്നാൽ പോലും സാഹചര്യമുണ്ട്. പക്ഷെ നമ്മുടെ കയ്യിൽ 1 ലക്ഷം രൂപ ഉള്ളൂ, എനിക്ക് 1 കോടി വേണമെന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു പീരീഡ് കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് ബേസിക് ആയിട്ടുള്ള കാര്യം മനസ്സിലാക്കുക. ഷോർട്ട് ടൈം എന്ന് പറയുമ്പോൾ ഓർക്കുക, വലിയ റിസ്ക് ആണ് എടുക്കാൻ പോകുന്നത്. ക്യാഷ് പോകാനുള്ള സാഹചര്യം വളരെ വലുതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യത്തിലേക്ക് പോകാതിരിക്കുക.
പ്രവാസികളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ് പോയിന്റ് നമ്പർ 11. നമ്മൾ പലപ്പോഴും ഗൾഫിൽ വരുന്നു അല്ലെങ്കിൽ യൂറോപ്പിൽ പോകുന്നു, എല്ലായിടത്തും നമ്മൾ എത്തുന്നു. പക്ഷേ നമുക്കൊരു ലൈഫേ ഉള്ളൂ. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും സാധിക്കാൻ വേണ്ടി ആയിരിക്കും വരുന്നത്. പ്രത്യേകിച്ച് പ്രവാസികളായിട്ടുള്ള ഗൾഫിൽ എത്തുന്നവർ വീട് വെക്കാനായിരിക്കും, മക്കളുടെ കല്യാണമായിരിക്കും, അല്ലെങ്കിൽ മറ്റ് ബാധ്യതകളായിരിക്കും. ഇതൊക്കെ തീർക്കാൻ വേണ്ടിയായിരിക്കും നമ്മൾ ആദ്യം ഗൾഫിലേക്ക് വരിക. പിന്നെ നമ്മുടെ സാഹചര്യം കൊണ്ട് നമ്മൾ ഗൾഫിൽ നിന്ന് പോകുന്നു. പക്ഷെ ഒരു കാര്യം ആലോചിക്കണം, നമുക്ക് തിരിച്ചു പോകണം. അത് ആരും ആലോചിക്കാറില്ല. നമുക്ക് ഒരു ദിവസം എന്തായാലും പോകണമല്ലോ, അതിനെ റിട്ടയർമെന്റ് നമുക്ക് വിളിക്കാമല്ലോ, അല്ലെ? എന്തായാലും നമുക്കൊരു ജോലിയുണ്ട്, അത് തീരും, അല്ലെങ്കിൽ അവിടുന്ന് പറഞ്ഞു വിടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അത് റിട്ടയർമെന്റ് പീരീഡാണ്. ആ പീരീഡ് എപ്പോഴായിരിക്കും എന്നൊരു ചിന്ത നമുക്ക് വേണ്ടേ? നമ്മൾ 25 വയസ്സ് വന്നാൽ ഒരു 40 വയസ്സിലെങ്കിൽ എനിക്ക് പോകണം എന്നൊരു ചിന്ത ആ ടൈമിൽ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു 15 വർഷം കൊണ്ട് നമുക്ക് നന്നായിട്ടൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനും ആ ഉണ്ടാക്കിയ വെൽത്ത് SWP പോലെ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഉള്ള ഒരു പ്ലാൻ ആണ് SWP, സിസ്റ്റമാറ്റിക് വിഡ്രോയൽ പ്ലാൻ. ആ പ്ലാനൊക്കെ വഴി നമുക്ക് ഓരോ മാസവും 40ാമത്തെ വയസ്സ് മുതൽ അങ്ങോട്ട് നമുക്ക് ജീവിതകാലം മുഴുവൻ ഒരു ഇൻകം, ഒരു പെൻഷൻ പോലെ നമുക്ക് എല്ലാ മാസവും നമ്മുടെ അക്കൗണ്ടിൽ എത്തിക്കാൻ സാധിക്കും. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻസ് നമുക്ക് ആവശ്യമാണ്. ഞാനൊരു ബേസിക് ഐഡിയ പറഞ്ഞതേ. അപ്പോൾ റിട്ടയർമെന്റ് എന്ന് പറയുന്നത് വലിയ ആവശ്യമുള്ള കാര്യമാണ്. പലപ്പോഴും പല പ്രവാസികളും ചിന്തിക്കാതെ പോകുന്ന കാര്യമാണ് റിട്ടയർമെന്റ്. ഗൾഫിലെത്തുന്നു, ചെലവുകൾ നടത്തുന്നു, വീട് വെക്കുന്നു, മക്കളെ പഠിപ്പിക്കുന്നു, കല്യാണം നടത്തുന്നു, ഒക്കെ നടത്തി കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോൾ എൻ്റെ കയ്യിലൊന്നും ഉണ്ടാവില്ല, അല്ലേ? ഇതെല്ലാം സാഹചര്യം. അപ്പോൾ അത് ഒഴിവാക്കണം. റിട്ടയർമെന്റ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. അതിന് വേണ്ടിയിട്ട് ഒരു തുക മാറ്റിവെച്ചേ പറ്റൂ. അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് മാറ്റിവെച്ചില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇവിടെ വന്നിരുന്ന് 10-15 വർഷം ജോലി ചെയ്തിട്ട് എന്തായിരുന്നു പ്രയോജനം എന്ന് ചോദിക്കുമ്പോൾ ഒരു പ്രയോജനവും ഇല്ല എന്ന് തന്നെയായിരിക്കും എന്നുള്ള ഉത്തരം. അതുകൊണ്ട് റിട്ടയർമെന്റ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ദയവ് ചെയ്ത് അതിനു വേണ്ടി നമ്മൾ ഒരു തുക കണ്ടെത്തണം. ഈ പറഞ്ഞ പോയിന്റുകൾക്ക് പുറമെ ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടി എന്നെ കേൾക്കുന്ന പ്രവാസികളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, നിങ്ങളുടെ ആരോഗ്യമാണ്. നിങ്ങൾക്ക് ആരോഗ്യമില്ലെങ്കിൽ തിരിച്ചു ചെല്ലുമ്പോൾ നിങ്ങൾ ഒരു വലിയ അസുഖക്കാരനായിട്ട് ചെല്ലുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ വൈഫ് ഉണ്ടാവും, ചിലപ്പോൾ നിങ്ങളുടെ കുട്ടികളുണ്ടാവും, അതിനപ്പുറത്തേക്ക് ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. വർഷത്തിൽ ഒരു ഹെൽത്ത് ചെക്കപ്പ് നിർബന്ധമായിട്ടും എടുക്കുക. അതിനോടൊപ്പം നിങ്ങൾക്ക് പറ്റുന്ന എക്സസൈസുകൾ ഓരോ ദിവസവും ചെയ്യുക. ഒരു 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ്, 15 മിനിറ്റെങ്കിൽ 15 മിനിറ്റ് അത് നിർബന്ധമായിട്ടും ചെയ്യുക. നല്ല ആഹാരങ്ങൾ കഴിക്കുക. വയറ് നിറയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ കഴിക്കാൻ പാടില്ല. കഴിക്കുന്ന ആഹാരം എന്താണെന്നുള്ളത് മനസ്സിലാക്കി കഴിക്കുക. അതിനോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഴുത്ത് ആരംഭിക്കുക. എഴുതുമ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ്, ഓരോ ദിവസത്തെ ബഡ്ജറ്റ് എഴുതി വെക്കുക. അതിൻ്റെ കൂട്ടത്തിൽ സേവിങ് എമൗണ്ട് കണ്ടെത്താൻ ശ്രമിക്കുക. ഇതിനോടൊപ്പം എഴുത്തൊക്കെ ആരംഭിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ദൈനംദിന ജീവിതങ്ങളൊക്കെ എഴുതി വെക്കാം. പ്രവാസി ജീവിതമൊക്കെ അവസാനിച്ച് നാട്ടിലെത്തുമ്പോൾ വലിയ ഓർമ്മകളൊക്കെ സമ്മാനിക്കുന്ന നല്ല നല്ല പുസ്തകങ്ങൾ നിങ്ങൾക്കും ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ തന്നെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ ബുദ്ധിമുട്ടി പ്രവാസികൾക്ക് വേണ്ടി മാത്രമായിട്ട് കണ്ടുപിടിച്ച് അതിൻ്റെ പുറകിൽ ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്ത ഒരു കണ്ടന്റാണ്, അങ്ങനെ ചെയ്തൊരു വീഡിയോ ആണിത്. അതുകൊണ്ട് എല്ലാവരും മാക്സിമം ഈ വീഡിയോ കണ്ടവരൊക്കെ തന്നെയും നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി ഷെയർ ചെയ്യുക. പുതിയൊരു ലൈഫ് ഉണ്ടാവട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. വീഡിയോ കണ്ടവർക്ക് ഇഷ്ടമായി കാണും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി രേഖപ്പെടുത്തുക. ദയവ് ചെയ്ത് ഇതുവരെ ചാനൽ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യണമെന്ന് കൂടി അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക്